ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ 65 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. വല്ലാതെ ഭീതിപ്പെടുത്തുന്ന റിപ്പോർട്ടാണ്. ഇറാൻ സമ്പുഷ്ട യുറേനിയത്തിൽ നിന്ന് ആണവായുധങ്ങളുടെ നിർമ്മാണം തുടങ്ങിയെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഒരു ആപൽ ശങ്ക പാശ്ചാത്യ ലോകത്ത് പടരുമ്പോൾ പി ജെയിംസ് ഈ ആപൽ ശങ്കയുടെ ആഴത്തിലേക്ക് പോകാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. എന്തിനാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാര്യം ഇപ്പോൾ ഇറാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന പേടിയിലാണല്ലോ മറ്റുള്ള രാഷ്ട്രങ്ങൾ. എസ്കേൻ, തീർച്ചയായിട്ടും ഗസയിൽ യുദ്ധം തുടരുമ്പോൾ തന്നെ യുദ്ധം കൂടുതൽ വ്യാപിക്കും എന്നുള്ള പ്രതീതി എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഗസയിൽ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ 65 പേർ കൂടി കൊല്ലപ്പെട്ടു. മരണസംഖ്യ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 33,550 നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും പേര് 6 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു. അതിനിടയിലാണ് ഈ ഇസ്രായേൽ കയറി സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത്. അവരുടെ ഏറ്റവും 2 ടോപ്പ് ജനറൽമാരാണ് ഇറാൻ്റെ കൊല്ലപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ ഗസയിലെ യുദ്ധവും ഹെസ്ബുള്ളയുടെ ലെബനനിലെ നീക്കങ്ങളും അതുപോലെ തന്നെ ഹൂതികൾ യമനിൽ നടന്ന ആക്രമണമൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത് സിറിയയിലിരുന്ന് ഇറാൻ്റെ ജനറൽമാരാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിൽ കൊണ്ടുപോയി ബോംബിട്ടത്. 13 പേർ കൊല്ലപ്പെട്ടതിൽ 2 ജനറൽമാരും 7 ഉന്നത സൈനിക ഓഫീസർമാരും ഉണ്ടായിരുന്നു. ഇതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് അവിടെ പരമാധികാരി ആയത്തുള്ള ഖമേനി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിറകെ ഇസ്രായേൽ ഖാൻ യൂനിസിലെ യുദ്ധം നിർത്തിയെന്ന് മാത്രമല്ല, അവിടെ നിന്നുള്ള കൂടുതലായിട്ടുള്ള സൈന്യത്തെ ഇസ്രായേലിലേക്ക് പിൻവലിച്ചിരിക്കുന്നു. അയോൺ ഡോമുകൾ മുഴുവൻ പ്രവർത്തനക്ഷമമായിരിക്കുന്നു, ജാം ചെയ്തിരിക്കുന്നു. GPS അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ജാം ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിൽ. കാരണം ഇസ്രായേലിന് നേരെ ഇറാൻ്റെ ആക്രമണം വരുമെന്ന് പേടിക്കുന്നു. ഇതിന് ബദലായി അതിനു മുൻപേ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ഏത് നിമിഷവും ആക്രമണം നടത്തിയേക്കാമെന്ന റിപ്പോർട്ട് കൂടി വരുന്നു. വല്ലാതെ ഭീതിപ്പെടുത്തുന്നതാണ് എസ്കേൻ. പ്രത്യേകിച്ച് 2 രാഷ്ട്രങ്ങളും ആണവായുധങ്ങളുള്ള രാഷ്ട്രങ്ങളാണ്. ഇറാൻ്റെ കൂടെ ചൈനയും റഷ്യയുമുണ്ട്. ഇതൊരു വേറെ തരത്തിൽ പടർന്ന് പന്തലിക്കുമോ അല്ലെങ്കിൽ യുദ്ധം മാറുമോ എന്നുള്ള പേടി എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ള ഒരു ഇത് വന്നിട്ടുള്ളത്. എന്തായാലും ഇസ്രായേലും ഇറാനും നേർക്കുനേർ എന്ന അവസ്ഥയാണ് ഉള്ളത്. അത് സംഭവിച്ചാൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോകമെമ്പാടും വല്ലാത്ത രീതിയിൽ ഭീതി പരത്തുന്ന വാർത്തകളാണ് വരുന്നത്. സ്കെയിൻ, കിഴക്കൻ ലഡാക്കിന് സമീപം അതിർത്തിയിൽ ചൈന വിമാനത്താവളം തുറന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ത്യ അതുകൊണ്ട് തന്നെ അവിടെ സേനാ വിന്യാസം കൂട്ടിയിട്ടുണ്ട്. ഈ ചൈന നമ്മളോട് ഏറ്റുമുട്ടാൻ തന്നെ തയ്യാറെടുത്ത് നടക്കുകയാണ് കുറച്ച് കാലമായി. എന്നാൽ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് ചൈനയ്ക്ക് ബോധ്യമുണ്ട് താനും. പി ജെയിംസ് വീണ്ടും ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ജെയിംസ്, യഥാർത്ഥത്തിലെ വിമാനത്താവളമൊക്കെ തുറന്ന് അവിടെ ആയുധമൊക്കെ അണിയിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാമെന്നാണ് ഒരു അനക്സേഷൻ തിയറിയിലാണെന്ന് തോന്നുന്നു ചൈനയുടെ ഭരണാധികാരികൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഇതുവരെ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, ഇസ്രായേലും ഹമാസും തമ്മിൽ ഗസയിൽ നടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഒരു ഭാഗത്ത് ചൈന, മറുഭാഗത്ത് പാകിസ്ഥാൻ. ചൈന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഹൊട്ടാൻ എന്ന എയർബേസ് തുറന്നിരിക്കുകയാണ് നമ്മുടെ കിഴക്കൻ ലഡാക്കിന് സമീപം. അല്ലെങ്കിൽ തന്നെ 1000 സ്ക്വയർ കിലോമീറ്ററോളം അവർ കയറി നിൽക്കുകയാണെന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകളുള്ളത്. അതിനിടയിലാണ് ഒരു യുദ്ധമുണ്ടായാൽ ഈ എയർബേസിൽ നിന്ന് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണെന്നുള്ള രീതിയിലാണ് ഇത്. ഇന്ത്യ ഇതിൻ്റെ അപകടം മണത്ത് തന്നെ സേനാവിന്യാസം കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് എസ്കെയിൻ വലിയ ആരോപണം വന്നിരിക്കുന്നത് ചൈന ഇവിടെ വന്ന് സൈബർ ആക്രമണം നടത്തി നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രക്രിയയെ അട്ടിമറിക്കുമെന്ന് വാണിംഗ് തന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റും ബിൽഗേറ്റ്സുമാണ്. അപ്പോൾ ആ തരത്തിൽ ചൈന ഇന്ത്യക്കെതിരെ ഒരു സൈബർ ആക്രമണത്തിന് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ അതിർത്തിയിൽ 3348 കിലോമീറ്ററുള്ള അതിർത്തിയിൽ അവർ സേനാവിന്യാസം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി എയർബേസ് സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ത്യ സേനാവിന്യാസം കൂട്ടിയെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ബോർഡറിൽ കഴിഞ്ഞിരുന്ന ഒരു 10,000 സൈനികരെ ചൈനയുടെ ഭാഗത്തേക്ക് പുനർവിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം കൂടുതൽ ആപത്ത് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ചൈന എന്തൊക്കെ ചെയ്ത് കളയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ എന്താ പറയുക, സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇത് വല്ലാത്ത രീതിയിൽ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു പറയുന്നു, ചൈന ഇന്ത്യയിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നു. അതൊപ്പം തന്നെ ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയിട്ടുള്ള അയൽ രാജ്യങ്ങളൊക്കെ ചൈന മാന്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫിലിപ്പീൻസിൻ്റെ ബോർഡറിൽ കടന്നതിന് പ്രതിഷേധമായിട്ട് ചൈനയുടെ ശത്രുവായ ഓസ്ട്രേലിയ നടത്തുന്ന വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഫിലിപ്പീൻസ് സേനയെ അയക്കുന്നു. ഒപ്പം തന്നെ SKN ഉക്രൈനിലും യുദ്ധം പടരുകയാണ്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നാളെ ഇതേ സമയം നമുക്ക് ഈ പരിപാടിയിൽ വരാൻ കഴിയും.